ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ആന വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഉത്സവ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ആനകൾക്ക് ഉപയോഗിക്കുന്ന ചമയങ്ങൾ, അതായത് തലയെക്കെട്ട്, കഴുത്തുമണി, പള്ളമണി, അങ്ങനെയുള്ള തുടങ്ങിയ ചമയങ്ങളെപ്പറ്റി ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ആനകൾക്ക് അത്യന്താപേക്ഷിതമായി ഉപയോഗിക്കുന്ന ചമയമാണ് തലയെക്കെട്ട് അല്ലെങ്കിൽ നെറ്റിപ്പട്ടം. അതിൽ വ്യത്യസ്തത 3 വ്യത്യസ്തത ഉണ്ടെന്ന് നമ്മൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റുന്നുണ്ട്? എനിക്ക് 2021 വരെ ഈ നെറ്റിപ്പട്ടത്തിൽ വ്യത്യസ്തതയുള്ളതായി എനിക്ക് അറിയില്ലായിരുന്നു. 2021 ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് പുതിയതായി ഒരു നെറ്റിപ്പട്ടം പണിയിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു നെറ്റിപ്പട്ടം തിടമ്പാനയ്ക്ക് കിട്ടുന്ന നെറ്റിപ്പട്ടമല്ല ഇടത്തെ കൂട്ടിനും വലത്തെ കൂട്ടിനും, അതുപോലെ ഉള്ള കൂട്ടാനകൾക്ക് അതിന് കിട്ടുന്നതിനും വേറെ നെറ്റിപ്പട്ടമാണ്. തിടമ്പാനയ്ക്ക് കിട്ടുന്ന നെറ്റിപ്പട്ടത്തിന് പറയുന്നത് ചൂരൽപ്പൊളി തലക്കെട്ടെന്നാണ് അത് പറയുന്നത്. അതുപോലെ ഇടത്തെ കൂട്ട് വലത്തെ കൂട്ടിന് നാഗപടം. അതുപോലെ കൂട്ടാനകൾക്ക് കിട്ടുന്നത് വണ്ടോട്. ഈ 3 വിഭാഗങ്ങളിലുള്ള നെറ്റിപ്പട്ടങ്ങളാണ് മിക്ക പൂരങ്ങളിലും ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ ഉത്സവങ്ങളിൽ ചിലപ്പോൾ ചൂരപ്പള്ളി തലക്കെട്ട് തന്നെ ആയിരിക്കില്ല തിടമ്പാനയ്ക്ക് ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ മണ്ടോടോ നാഗവടോ ഒക്കെ കിട്ടുന്ന ലഭ്യത അനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. നാഗവടം അതുപോലെ മറ്റേ വണ്ടോടും ഒക്കെ തിടമ്പാനയ്ക്ക് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ ഞങ്ങൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഈ ഉത്സവങ്ങളിൽ ആനയ്ക്ക് കിട്ടുന്ന തലക്കെട്ട് ശ്രദ്ധിക്കാറുണ്ട്. അത് ചൂരൽപ്പുളിയാണോ, അതുപോലെ നാഗവടമാണോ, അതുപോലെ വണ്ടോടാണോ എന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ആനയ്ക്ക് കിട്ടുന്ന തലക്കെട്ട് അതിൻ്റെ ഒരു വലുപ്പം ഒരു ഘടകമാണ്. ആനയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള തലക്കെട്ട്. അതായത് ഇതിനൊരു സൈസുണ്ട്. അതായത് 1:1, 1:2, 1:3, 1:4, 1:5 അങ്ങനെ ആനയുടെ വലുപ്പത്തിനും വാസ്തവീര്യവും അനുസരിച്ച് ഇതിന് സൈസ് ഉണ്ടെന്നാണ് കണക്ക്. ഇതൊന്നും നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ 1:4-ൻ്റെയാണ്. അന്നേരം അത് വലിയ ആനകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പുതുപ്പള്ളിക്കാശവന്, പാമ്പാട്ട് രാജന്, അങ്ങനെയൊക്കെയുള്ള ആനകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ചെറിയ ആനകൾക്ക് ഏകദേശം ഇച്ചിരി വലുപ്പത്തിൽ കുറവും അതുപോലെ മസ്തവീര്യയിൽ കുറവുള്ള ആനകൾ വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ലായിരുന്നു. അത് പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി 1:2 ഒരുമാതിരിപ്പെട്ട എല്ലാ ആനകൾക്കും 1:2 കെട്ടാമെന്ന് പറഞ്ഞേ. അതായത് നെറ്റിപ്പട്ടത്തിന് വലിപ്പം കൂടിയാൽ നമുക്ക് കെട്ടാൻ ചെറിയ ആനകൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാലും വലിപ്പം നെറ്റിപ്പട്ടത്തിന് ഇത്തിരി വലിപ്പം കുറഞ്ഞാലും എല്ലാ ആനകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് 1:2 നെറ്റിപ്പട്ടം യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ നെറ്റിപ്പട്ടത്തിന് ചന്ദ്രക്കലകൾ, അതായത് 9 ചന്ദ്രക്കലകളും 11 ചന്ദ്രക്കലകളുമുള്ള നെറ്റിപ്പട്ടങ്ങളാണ് നിലവിലിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 9 ചന്ദ്രക്കലയുള്ള നെറ്റിപ്പട്ടം പിടിയാനകൾക്കൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ 11 ചന്ദ്രക്കലകൾ ഉള്ള നെറ്റിപ്പട്ടമാണ് കൊമ്പനാനകൾക്ക്, ഒരു ഏകദേശം വലിപ്പമുള്ള കൊമ്പനാനകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഉപയോഗിക്കുന്നത് കൊമ്പനാനകൾക്ക് ഉപയോഗിക്കുന്നത് 11 ചന്ദ്രക്കലകളുള്ള നെറ്റിപ്പട്ടമാണ്. പിന്നെ ഇതിൻ്റെ ചൂരൽപ്പൊളി തലക്കെട്ട് അതുപോലെ വണ്ടോട് ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് എൻ്റെ കയ്യിലിപ്പോൾ ശേഖരമുള്ളത് ചൂരൽപ്പൊളി തലക്കെട്ടിൻ്റെ ശേഖരം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളെ കാണിക്കാം. പിന്നെ വണ്ടോടും നാഗവടവും കിട്ടുവാണെങ്കിൽ, അതിൻ്റെ കളക്ഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. ഇതാണ് ചൂരൽപ്പൊളി തലക്കെട്ട്, തിടമ്പാനകൾക്ക് ഉപയോഗിക്കുന്ന ചൂരൽപ്പൊളി തലക്കെട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കുമളകൾക്ക് ചുറ്റിലുമായി ചൂരലിൻ്റെ ആകൃതിയിലുള്ള
ഇത് തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാ കുമിളകൾക്കും ചുറ്റിലുമായി തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതറിയുന്നവരെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അത് ചെയ്യുന്നതായിരിക്കും. ഇത് തൃശ്ശൂർ പൂരത്തിൻ്റെ ചമയ പ്രദർശനത്തിൽ നിന്ന് എടുത്താണ്. പക്ഷേ ഇതിനകത്ത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. സൂം ചെയ്തെടുത്താലേ ഇത് സാധ്യമാവുള്ളൂ, അല്ലെങ്കിൽ നേരിട്ട് കാണണം. അങ്ങനെ പറ്റുള്ളൂ. ഇതാണ് കൂട്ടാനുകൾക്ക് ഉപയോഗിക്കുന്ന വണ്ടോട് തലക്കെട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വലിയ കുമിളകൾക്ക് ചുറ്റും ചെറിയ ചെറിയ കുമിളകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഇടത്തെ കൂട്ടിന് ഉപയോഗിക്കുന്ന നാഗപടം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ചുറ്റിലും നാഗങ്ങളുടെ ആകൃതിയിലുള്ള കുമിളയല്ല, അതിന് പറയുന്ന പേരെന്താണെന്നറിയില്ല. ഇങ്ങനെ നാഗങ്ങളുടെ ആകൃതിയിൽ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇതിപ്പോൾ ചൂരൽപ്പൊളി തലക്കെട്ടാണ്. അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരവിളംബരത്തിനായി എറണാകുളം ശിവകുമാർ വരുന്ന ഇതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.